மருதமலை மாமணியே முருகையா, ദേവനിൻ കുളം കാക്കും വേലയ്യാ ഹയ്യാ. അത്രേ ഉള്ളൂ. എന്താണേലും ബാക്കി കണ്ടിട്ട് പറയാം. Guys, this is a new assignment. உங்களை லீட் பண்ண போகிறது ஒரு புது லீடர். 68 international successful operations. Hostage negotiator, field agent, spy. In short, he is a goat of SATS. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. இனிமே சத்தியமா குடிக்கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி மூமெண்ட். அறிவு இருக்கடா உனக்கு? எல்லா மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயினை காந்தியும் அனுபவிக்கணும். இல்லப்பா, யூ ஆர் இன் டேஞ்சர். இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க 2 பேரும் சண்டை போட்டுட்டு இருக்கீங்க. உங்களால முடியல, நான் சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. Do you think you can stop me? Do you think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, ദേവനിൻ കുളം കാക്കും വേലയ്യാ ഹയ്യാ. അതെ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട്. നമ്മുടെ വിജയുടെ പറയപ്പെടുന്നത് അവസാനത്തെ മൂവിയാണെന്നൊക്കെയാണ്. സംഭവം അറിയില്ല. വിജയ് എന്താണെങ്കിലും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ സുരേഷ് ഗോപിനെ പോലെ ഒന്നുമല്ല കേട്ടോ. ഇനി എത്രത്തോളം മൂവീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. സുരേഷ് ഗോപി ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാഷ്ട്രീയക്കാരനാണെങ്കിലും എനിക്ക് ദുഡ് കിട്ടണമെങ്കിൽ ഞാൻ മൂവീസിൽ അഭിനയിക്കും, ആ പൈസ ഞാൻ എന്ത് ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അതൊക്കെ വിട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂവിയുടെ ട്രെയിലർ നമ്മൾ കണ്ടു. 3 മിനിറ്റ് ആട്ടോ ട്രെയിലർ. 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്നുമില്ല, 3 മിനിറ്റ് ട്രെയിലർ. അതിൽ ഒരു പുതുമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതായത് സെയിം അച്ഛൻ മോൻ പാസം, സ്പൈ ആണ്, ഇന്ത്യക്ക് വേണ്ടി, നാടിന് വേണ്ടി ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കുറച്ച് ട്രാജഡി കാര്യങ്ങളൊക്കെ വരും. അച്ഛനേതോ എന്താ എനിക്ക് അച്ഛനാണ് മോന് വേണ്ടിയിട്ട് ഈ ബോംബ് പൊട്ടുന്നിടത്ത് പോയിട്ട് സ്വയം മരിക്കുന്ന. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക ആസ് യൂഷ്വൽ വിജയ് മൂവി. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഒരു പുതുമ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഒന്നും ഈ പറഞ്ഞ ട്രെയിലറിൽ എനിക്കൊരു 1% പോലും ഫീൽ ചെയ്തിട്ടില്ല. എനിക്കൊരു 2013 മുതലാന്ന് തോന്നുന്നു വിജയുടെ മറ്റേ ആ ഒരു മൂവി ഉണ്ടല്ലോ, തലൈവൻ എന്ന് പറഞ്ഞ മൂവി. അവിടെ നിന്നാണ് വിജയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അതിന് മുമ്പ് സെയിം മറ്റേ ഈ ബൂട്ട് കട്ട് പാൻറ്റും ഓവർ കോട്ടും കുറേ കളിയും ചിരിയുമായിട്ടുള്ള അങ്ങനത്തെ മൂവീസ്. അതിൽ നിന്ന് മാറിയിട്ട് വിജയ് ഒരു ചേഞ്ച് വരുന്ന തലൈവ മൂവിയാണ്. അതിനുശേഷം പിന്നെ ഒരുപാട് മൂവീസ് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ട്, ഗാങ്സ്റ്റർ, അതല്ലെങ്കിൽ പോലീസിൻ്റെ ഹയസ്റ്റ് ഉദ്യോഗസ്ഥൻ, അതല്ലെങ്കിൽ സ്പൈ ആയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അച്ഛന് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരേ സെയിം പാറ്റേൺ ആണ്, ഒരു ചേഞ്ചസും ഇല്ല.
ഈ ഒരു മാതിരി ഗാങ്സ്റ്റർ മൂവിയും അതല്ലെങ്കിൽ ഡ്രഗ്സ് അത് ഇത് മാഫിയ അത് അങ്ങനത്തെ അപ്പുറത്തോട്ടുള്ള ഒരു ചേഞ്ചസും വിജയിൻ്റെ മൂവിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് അത്ര തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതല്ലാണ്ട് പുതുതായിട്ട് വിജയിൻ്റെ മൂവിയിൽ എന്തോ സംഭവങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചാൻസും എനിക്ക് ഫീൽ ചെയ്തില്ല. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഓൾവേസ് വിൽ ബി ഇൻ ദറ്റ് ഹയർ പൊസിഷൻ. ഞാൻ എന്തോ ഒരു സംഭവമാണ്, എന്താ പറയുക, ഫാമിലി വേണം, രാജ്യം വേണം, വ്യവസായം വേണം, ഇത്തരത്തിലുള്ള ഒരു ആക്ടിങ് അല്ലാത്ത ഒന്നുമില്ല ഈ മൂവിയിൽ. പിന്നെ കുറേ പേരുണ്ട്, ജയറാമുണ്ട്, പ്രഭുദേവുണ്ട്, ശ്രീകാന്ത് ഉണ്ട്, അതുപോലെ തന്നെ ലൈല ഉണ്ട്, സ്നേഹമുണ്ട്, അങ്ങനെ ഒരുപാട് പേരെ അണിനിരത്തിയിട്ട് മൂവി ചെയ്തിട്ടുണ്ട്. ഇനി ഈ മങ്കാത്ത മൂവിൻ്റെ ഒക്കെ ഡയറക്ടറാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പം ചിലപ്പോൾ ഒരു കാണാൻ കണ്ണിന് രസമുള്ള കുറേ സംഭവങ്ങളും അടി പിടി വെടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഈ മൂവിയിൽ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് കാണണം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് ഈ മൂവി ഇറങ്ങുമ്പം ഡേ തന്നെ കാണണം, അങ്ങനത്തെ ഒരു ഫീലും ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ വിജയ് ഫാൻസിന് ഞാൻ പറഞ്ഞത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എനിക്ക് ഒരു ഉറപ്പില്ല കേട്ടോ. ചിലപ്പോൾ അവരെന്നെ വന്ന് തെറി വിളിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഉള്ളതുപോലെ പറയണമല്ലോ, ഈ മൂവിയിൽ ഒരു മണ്ണാങ്കട്ടിയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു 3 മിനിറ്റിൻ്റെ ട്രെയിലർ കണ്ടിട്ട്. ഇനി ഏതായാലും മൂവി വരട്ടെ, സെപ്റ്റംബർ 5-നാണ് റിലീസ്. നമുക്ക് എല്ലാവർക്കും കാണാം, കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറയാം.